മുട്ടത്ത് എഞ്ചിനീയറിംഗ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള താഷി പോൾസറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം സർ. നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമുക്കൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇത് നമുക്ക് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ് സൗത്ത് കളമശ്ശേരിയിലുള്ള. സാർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആയത് ഏത് വർഷമാണ്? ഇപ്പോൾ 14 വർഷമായി ഞാനിവിടെ. 14 വർഷമായി. അപ്പോൾ ഇതിന് മുന്നേ നമുക്ക് എന്തായിരുന്നു പരിപാടി? നമ്മൾ ഇത് വർക്ക്ഷോപ്പ് ഫീൽഡ് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങളുടെ വീടിനോട് കൂടിയുള്ള ഒരു വർക്ക്ഷോപ്പായിരുന്നു ഞങ്ങൾ. ഓക്കെ. അവിടെ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ. അങ്ങനെ ജനങ്ങൾ നമുക്കെതിരെ മീൻസ് പരാതി അങ്ങനെ എന്തെങ്കിലും? പരാതിയില്ലെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് അവർ കംപ്ലൈൻറ്റ് ചെയ്തില്ല, പറഞ്ഞു. അപ്പോൾ അവരെ കാണുമ്പോൾ എനിക്ക് നന്ദിയാണ് എപ്പോഴും. അപ്പോൾ സാർ കുട്ടിക്കാലത്ത് പഠിച്ചൊക്കെ എവിടെയായിരുന്നു? പഠിച്ചത് നാട്ടിൽ തന്നെ, പൊന്നൂരിൻ്റെ സ്കൂളിൽ. പൊന്നൂരിൻ്റെ സ്കൂളിൽ. ഓക്കെ. PDC ആയിരുന്നു അന്ന്. PDC കഴിഞ്ഞതിന് ശേഷം ഫാദർ പറഞ്ഞു എന്നാൽ നീ ഒരു ജോലി പഠിക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ ചേട്ടൻ വർക്ക്ഷോപ്പ് ഫീൽഡാണ്, എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പാണ്. ഓക്കെ. അപ്പോൾ അവിടെ പോയി പുള്ളിയുടെ ശിക്ഷപ്പെട്ട് അവിടെ നിന്നൊരു 6 വർഷം വർക്ക് ചെയ്ത്. ഓക്കെ. അവിടെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ പഠിക്കായിരുന്നു. പൈസ പ്രതീക്ഷയല്ല ഞാൻ പോയത്, പണി പഠിക്കുക എന്നുള്ള താല്പര്യമായിരുന്നു. അതെന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് ചൂസ് ചെയ്യാൻ? ഫാദർ ഇതുമായിട്ട് ബന്ധമില്ല. ഫാദർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനോട് ഭയങ്കര താല്പര്യമായിരുന്നു നേരത്തെ. സ്കൂളിലാണെങ്കിൽ എക്സിബിഷൻ എന്തെങ്കിലും പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിനോട്, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ്, സ്പോർട്സ് അങ്ങനെയുള്ള. അപ്പൊ പണ്ടത്തെ കാലത്ത് ഈ മോട്ടോർ ബൈക്ക് അങ്ങനെ എന്തിനെങ്കിലും മോട്ടോർ ബൈക്ക് അല്ല, എനിക്ക് ഞാൻ ടർണിംഗ് ആണ് മെയിൻ ആയിട്ട് പഠിച്ചത്. അപ്പൊ ചെറുപ്പത്തിലേ നമുക്ക് ഇതാണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് നമ്മൾ എഴുതി വെച്ചു. യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ജോലിയിൽ ഇറങ്ങി ആ ഒരു സാക്രിഫൈസ്, ആ ഒരു ലൈഫ് സാർ എങ്ങനെയാണ് ഇതിലോട്ട് സ്റ്റിക്ക് ഓൺ ആയത്? എനിക്ക് ഇതിനോട് തന്നെ ഒരു താല്പര്യം. അപ്പോൾ ഒന്ന് പണി പഠിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളൂ എനിക്ക്. ഓക്കെ. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കഷ്ടമൊന്നുമില്ല. വേറെ ഉല്ലാസമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാര്യം പറഞ്ഞാൽ. പിന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുക, അത് ഓവർ ടൈം നിൽക്കും, രാത്രി നിന്നാണെങ്കിലും പണിയും. പിന്നെ അതിനുശേഷം ഫിനാൻഷ്യലായിട്ടൊന്നും കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ മാറാതെ നിർത്തിയില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി ഡെൽക്കോ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ ഒരു ഷിപ്പ് റിപ്പയറിംഗ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ. അവിടെ പോയി ജോയിൻ ചെയ്തപ്പോൾ അവിടെ പണിക്കാർ കൂടുതലായിരുന്നു. അതിൻ്റെ പേരിൽ നൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് പണിയോളാൻ പറഞ്ഞു. നൈറ്റ് ഷിഫ്റ്റ്. അവിടെ എന്ത് ജോലിയായിരുന്നു? ഷിപ്പ് റിപ്പയറിംഗ്. അതിന്റെ സാധനങ്ങൾ, പാർട്സുകൾ ഉണ്ടാക്കല്, അങ്ങനെയുള്ളതൊക്കെ. അപ്രൂവ്ഡ് വർക്ക്ഷോപ്പാണത്. അതിലും നമ്മൾ മാനുഫാക്ചറിംഗ് രൂപമല്ലല്ലോ, ഉണ്ടാക്കണം ഓരോ സാധനങ്ങൾ ലേത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അവിടെ നിന്ന് ഒരു 6 വർഷം അവിടെ ഉണ്ടായിരുന്നു. 6 വർഷം അവിടെ നിന്ന് ഒരു നല്ലോണം പ്രാക്ടീസ് ആയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പണി പഠിക്കാനല്ല ചെല്ലുന്നത്, പണിക്കാരനായിട്ടാണ് ചെല്ലുന്നത്. പഠിക്കാനാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ. പിന്നെ നമുക്ക് നമുക്ക് ശമ്പളം തീരെ കുറവാണ്. എന്ന് വെച്ചാൽ 750 രൂപ, അന്നത്തെ 750 രൂപ നമ്മുടെ ശമ്പളം. പക്ഷേ അതെ, മാസം അത്രേ ഉള്ളൂ. അന്നത്തെ കാലത്ത് അത്രേ ഉള്ളൂ. ഞങ്ങൾ സ്കാഫോൾഡിംഗ് മാനുഫാക്ചറിങ്, അതായത് വാർക്കാൻ ഉപയോഗിക്കുന്ന ജാക്കി, സ്പാൻ, ഷട്ടർ, അക്രോസ് സ്പാൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കണേ മാനുഫാക്ചറിങ്. അപ്പൊ അതിന്റെ ഓരോ പ്രൊഡക്റ്റിനും ഓരോ ടീമിന് വെച്ചേക്കണേ. ഇപ്പോൾ ജാക്കി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് പൈപ്പ് കട്ട് ചെയ്യണം, ഡ്രില്ല് ചെയ്യണം, വെൽഡ് ചെയ്യണം, പെയിന്റ് അടിക്കണം, അങ്ങനെയുള്ള ഓരോ സെക്ഷനായിട്ട് പ്രോസസ് ഉണ്ട്. അപ്പോൾ അത് മൊത്തമായിട്ട് ഒരാൾക്കല്ല കൊടുക്കുന്നത്. ഇപ്പോൾ ഒരാൾ കട്ട് ചെയ്യണമെങ്കിൽ അയാൾ കട്ട് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ അയാൾ പ്രഗത്ഭനാവും, എണ്ണം കൂടും. നമ്മളിപ്പോൾ ഒരു 1000 രൂപ 1500 രൂപ കിട്ടുന്ന രീതിയിൽ നമ്മൾ കൊടുത്താലും അയാൾ ഒരു 2 കൊല്ലം 3 കൊല്ലം അതുമേ തന്നെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡാവും വർക്ക്. മനസ്സിലായി. പുതിയതായിട്ട് വരുമ്പോൾ അയാൾക്ക് ഒരു 1000 രൂപ പോലും കിട്ടൂല. പക്ഷെ അതിപ്പോൾ അവർക്ക് കിട്ടുന്നത് 1500 രൂപ. നല്ല പണിയുണ്ടെങ്കിൽ അവർ പെർ ഡേ കിട്ടും. എന്നാലും സാറിന് ഈ ഒരു 2000 കാലഘട്ടത്തിലേക്ക് ഒരു മന്ത്ലി 750 ഇന്ത്യൻ റുപ്പീസ് സാലറി ഉണ്ടായിരുന്നെങ്കിലും ഞാൻ അതിൻ്റെ അത് മുതലാക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ ഓട്ടോയിൽ നിൽക്കും. അതെ. അപ്പൊ 1.5 തച്ചാണത്. ഇപ്പോൾ മണിക്കൂറിന് 50 രൂപ ആണെങ്കിൽ 75 രൂപ, രാത്രി നിൽക്കുമ്പോൾ 75 കിട്ടും, ചായയും കിട്ടും. അപ്പൊ ഞാനൊരു 5 മണിക്കൂർ എങ്ങനെയും ഡെയിലി ഓട്ടോയിൽ നിൽക്കും. പിന്നെ സൺഡേയും പോയി നിൽക്കും. വീട്ടിലൊക്കെ അപ്പൊ അതുകൊണ്ട് അവിടുത്തെ മാനേജറിനൊക്കെ നമ്മൾക്ക് മാനേജിംഗ് പാർട്ണർമാർക്കൊക്കെ നമ്മളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്ന് വെച്ചാൽ ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവന് എത്രയാണ് ചെയ്തിട്ട് തീർത്തിട്ട് പോകുള്ളൂ. ജനറേഷൻ ഗ്യാപ്പിനെ കുറിച്ച് സാർ എന്താ പറയാനല്ലേ? ജനറേഷൻ ഗ്യാപ്പിനെ പറ്റി പറയണമെങ്കിൽ അന്നത്തെ പോലെ ബുദ്ധിമുട്ടാൻ തയ്യാറുള്ള ചെറുപ്പക്കാരില്ല എന്ന് തന്നെ പറയാം.
പൈസ എല്ലാവർക്കും ആവശ്യമാണ്, തീർച്ചയായിട്ടും. പക്ഷേ ആ ആവശ്യം എന്നുള്ളതിൽ എല്ലാവരും വർക്ക് ചെയ്യണമുണ്ട്. ഓക്കെ. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടാൻ തയ്യാറല്ല. പക്ഷേ ഞാനൊരു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം വെച്ചേക്കണോണ്ട് ആൾക്കാർ പണി ചെയ്യുന്നുണ്ട്. നിലവിലിപ്പോൾ നമുക്ക് മൊത്തത്തിൽ എത്ര സ്റ്റാഫുകളല്ല? നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20 പേരുണ്ട് ഇപ്പം നമുക്ക്. 20 പേര്. ഇവരുടെയൊക്കെ എത്രമാത്രം സപ്പോർട്ടാണ് നമ്മുടെ കമ്പനിക്ക് ലഭിക്കുന്നത്? സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ വർക്ക് കൂടുതൽ കിട്ടിയാണെങ്കിലും വർക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് വർക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ള ബോധ്യം അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരു വർക്ക് ഫിനിഷിങ് നമ്മളെപ്പോഴും അല്ല, നമുക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാം. അവർ പറയണത് നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. ചെയ്ത് കാണിച്ചു കൊടുക്കും എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. തീർച്ചയായിട്ടും ഒരു 12 വർഷത്തെ ആ ഒരു പഠനം നമ്മുടെ ഉള്ളിൽ. 12 അതല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് വർക്ക്ഷോപ്പ് തുടങ്ങുന്നത്. 1988 മാരേജ് നടക്കുന്നത്. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ വർക്ക്ഷോപ്പിലുള്ള മാരേജിൻ്റെ ആലോചിക്കുമ്പോൾ തന്നെ ഈ വേറെ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പെണ്ണിന് കിട്ടൂലല്ലോ. അപ്പോൾ നമ്മൾ ബിസിനസ്സുകാരനെന്ന് പറഞ്ഞാൽ കിട്ടും. അപ്പോൾ ഫാദർ ഒരു വർക്ക്ഷോപ്പൊക്കെ ഉണ്ടാക്കി, ലൈസൻസൊക്കെ കിട്ടാൻ താമസമുണ്ട്, മെഷീനൊക്കെ വരാനായിട്ട് താമസം ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ഒരു കൊല്ലം ഞാൻ ആ കമ്പനി തന്നെ വർക്ക് ചെയ്ത് വർക്ക്ഷോപ്പ് ഈ മാരേജ് കഴിഞ്ഞിട്ട്. അതിനുശേഷം ഈ വർക്ക്ഷോപ്പ് ഞാനും എൻ്റെ അനിയനും കൂടിയാണ് തുടങ്ങിയത്. അനിയനപ്പോൾ വെൽഡറാണ്. അതെ. അപ്പോൾ ഞാൻ മെഷീനിസ്റ്റും അനിയൻ വെൽഡറുമായിട്ട് അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ അങ്ങനെ രണ്ടുപേരും മാത്രമായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അതിനുശേഷം കുറച്ച് പണിക്കാരെ കൂട്ടി. അപ്പോൾ ഞങ്ങൾക്ക് മെയിൻ്റനൻസ് വർക്കായിരുന്നു. വണ്ടികളുടെ പണി, ബുൾഡോസറിൻ്റെ പണി, പിന്നെ റോഡ് റോളറിൻ്റെ പണി, അതിൻ്റെ മിഷൻ വർക്ക്, അല്ലാണ്ട് റിപ്പയറിംഗ് അല്ല. റിപ്പയറിംഗ് ഒക്കെ വേറെ ആൾക്കാർ, അതിൻ്റെ പാർട്സൽ ഉണ്ടാക്കൽ, അങ്ങനെയുള്ള പണിയൊക്കെ ആയിരുന്നു. ക്രെയിൻ്റെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ പണിക്കാരെ കൂട്ടാൻ തുടങ്ങി. പിന്നെ ഫാദർ തുടങ്ങി. അപ്പോൾ ഫാദർ പറഞ്ഞു, എന്നാൽ അനിയനെ നിങ്ങൾ സെപ്പറേറ്റ് ആക്കുക, കല്യാണം അവൻ്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആകണം നല്ലത്, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ള മുൻകൂട്ടി കണ്ടിട്ട് ഫാദർ അവന് വേറൊരു വർക്ക്ഷോപ്പ് ഉണ്ടാക്കി കൊടുത്തു. സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് സ്ട്രഗിൾസ് ഒരുപാട്. ആ ഒരു സ്ട്രഗിൾസ് ഒക്കെ സാർ എങ്ങനെയാണ് നേരിട്ടെ? പണി ഞാനിപ്പോൾ കൂടുതൽ ടൈം വർക്ക് ചെയ്ത് തന്നെയാണ് അപ്പോഴും ഞാൻ ഇത് നേരിട്ടുകൊണ്ടിരുന്നത്. എന്നുവെച്ചാൽ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർക്ക് വന്നു, അപ്പോൾ ടൂൾസ് ഇല്ല. ടൂൾസ് മേടിക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ മെഷീനറി ഇല്ല, എല്ലാ മെഷീനറി ഇല്ല. ഇപ്പോൾ ലെയ്ത്ത് വെച്ചുകൊണ്ട് എല്ലാ പണികളും നടത്താൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് പറ്റിയ മെഷീനറി മേടിക്കണം. അപ്പോൾ വർക്ക് വരുമ്പോൾ അതനുസരിച്ച് രാത്രി നിന്ന് പണിയും. ഞാൻ വർക്കിംഗ് ടൈം എന്താ 5:30 മണിക്ക് രാത്രി 10:30 വരെയും അത്രയും നേരം വർക്ക് ചെയ്യും. എന്ന് വെച്ചാൽ അപ്പോൾ കസ്റ്റമറിന് നമ്മളോടൊരു മതിപ്പുണ്ട്. എപ്പോൾ ചെന്നാലും അവിടെ വർക്ക് ചെയ്ത് തരും. ഇപ്പോൾ ഒരു വണ്ടി നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു, ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കണം എപ്പോൾ തരുമെന്ന് ചോദിക്കണം. എത്രയെന്ന് ചോദിക്കുന്നില്ല ആരും. ഇന്നത്തെ അവസ്ഥ അതാണ്. പോയിന്റാണ്. ഞാൻ എപ്പോഴാണ് തിങ്ക് ചെയ്തത് എപ്പൊ തരുമെന്ന് ചോദിക്കുള്ളൂ. എത്രയെന്ന് പിന്നെ ചോദിക്കണത്. ലാസ്റ്റ് ആണ് എസ്റ്റിമേഷൻ എമൗണ്ട് എത്രയാണ് ഇന്ന് തരുമെങ്കിൽ അവൻ ഹാപ്പിയാണ്. എത്ര സമയം എടുക്കും? ഇന്ന് ഈവനിങ് തരാം സാർ. പിന്നെ എമൗണ്ട് പറഞ്ഞാലും അവന് പ്രശ്നമില്ല. അതാ ഇന്നത്തെ ട്രെൻഡ് അതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിങ് വളരെ പെർഫെക്റ്റ് ആണ്. ഇന്ന സമയത്ത് തരാന്ന് പറഞ്ഞാൽ അത് രാത്രി നിന്നാണെങ്കിലും ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യും. ഫാമിലി പ്രശ്നം ഉണ്ടോ കാരണം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും പണി എന്നുള്ള ഒരു ഇത് വരും. നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് കൊണ്ടുപോയി നടക്കില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും നടക്കണം. പിന്നെ 2 പിള്ളേരായി, അവരുടെ പഠന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ചേക്കണത്. മക്കള് 2 ആൺമക്കളാണ്. മൂത്തവന്റെ പേര് ഓസ്റ്റിൻ, ഇളവന്റെ പേര് ടോം. ടോം ഇപ്പൊ MBA കഴിഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നിപ്പോ പുറത്തേക്ക് പോയി. അതായത് നമുക്കിത് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇനിയിപ്പോ ഒരുപാട് നാള് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നല്ല. മാനേജ് ചെയ്യാൻ പറ്റും. അതല്ല, നമുക്കിപ്പോ 64 വയസ്സാകുമ്പോൾ. അല്ല, എല്ലാരും മമ്മൂക്കാനെ പോലെ തന്നെ എത്ര പ്രായമായാലും കാണാനും അതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ഈ എസ്റ്റേറ്റിൽ തന്നെ പലരും ഈ സ്ഥാപനങ്ങൾ കൈമാറുന്നത് ഇപ്പൊ വിറ്റ് മാറി പോകുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാൻ ആളില്ല, തലമുറയിലേക്ക് എത്തിക്കണില്ല. അപ്പൊ അവർക്ക് ആർക്കും താല്പര്യമില്ല. എല്ലാവരും പുറത്തേക്ക് പോകണം, അമേരിക്കയിൽ പോകണം, അവിടെ പോകണം, ലണ്ടനിൽ പോകണം. അപ്പൊ ഇത് നടത്തിക്കൊണ്ട് പോകാൻ ആളില്ല. അതുകൊണ്ട് ചിലപ്പോൾ പെങ്ങന്മക്കളായിരിക്കും. നമുക്കാകുമ്പോൾ മരുമക്കൾക്ക് ഇതിന് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെ പല സ്ഥാപനങ്ങളും, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ സ്ഥാപനമൊക്കെ വാങ്ങിച്ചത്. അപ്പൊ 3 സ്ഥാപനം ഞാൻ വാങ്ങിച്ചത് അങ്ങനെ തന്നെ. അവർക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സ്ഥാപനം നല്ല സ്ഥാപനം തന്നെ നല്ലതാണ്. പക്ഷെ അവർക്ക് കണ്ടിന്യൂ ആയിട്ട് ഒരു പരിചയം ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ചെയ്യാൻ കൈമാറാനായിട്ട് ഒരാൾ വേണമല്ലോ. അതില്ലാതെ വരുമ്പോ കിട്ടിയില്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പൊ ഇളയവനെ ഇവിടെ പിടിച്ചിരുന്നത്. മൂത്തവനാണെങ്കിൽ ഈ ഫീൽഡൊന്നും അല്ല. പുള്ളി പൈലറ്റാണ്. ഓസ്ട്രേലിയ പോലെയാണ് പഠിച്ചത്. ഇപ്പൊ TVS എന്ന് പറയുന്ന കമ്പനിയിൽ പൈലറ്റായിട്ട് വർക്ക് ചെയ്യും, ക്യാപ്റ്റനായിട്ട്.
അപ്പൊ അത് ചെന്നൈയിലാണ്. രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ്. മരുമക്കൾ എന്താ പരിപാടി? മരുമക്കൾക്ക് മൂത്ത മരുമകൾക്ക് പണിയൊന്നും ഹൗസ് വൈഫ് തന്നെയാണ്. ഇളയവള് ഇപ്പൊ കല്യാണം കഴിഞ്ഞുള്ളൂ, 3 മാസമേ ഉള്ളൂ. ഒരു അമേരിക്കൻ കമ്പനിയുടെ ടാലി ചെയ്യണേ. സാറിന്റെ ഇത്രയും വർഷത്തെ ലൈഫിൽ സാറിന്റെ വൈഫ് എത്രമാത്രം സപ്പോർട്ട് സാറിന് നൽകിയിട്ടുണ്ട്? സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കളെ നല്ല നിലയിലാക്കണം എന്നുള്ള ആഗ്രഹം പുള്ളിക്കാരത്തിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പിള്ളേരെ നോക്കാനുള്ള സമയം കിട്ടില്ല. അന്നത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പക്ഷേ ഇതിൻ്റെ പുറകിൽ നിന്ന് മാറും. പുള്ളിക്കാരത്തി ഇതിന്മേ തന്നെ ഇൻവോൾവ് ആയിട്ട് നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കിയെന്ന് പറഞ്ഞാൽ ഫുൾ ശ്രദ്ധയാണ്. അതെല്ലാം നടക്കില്ലല്ലോ. കറണ്ട് ഇപ്പം നമ്മുടെ കമ്പനിയിൽ എന്തൊക്കെയാണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്? ഇത് സ്കാഫോൾഡിങ് മാനുഫാക്ചറിങ് ആണ്. അതായത് ഈ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതായത് നേരത്തെ നമ്മൾ വാർക്കാനൊക്കെ ഉപയോഗിച്ചെന്ന് വെച്ചത് വുഡായിരുന്നത്, മുളയും പലകകളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം അതെല്ലാം ഇരുമ്പിലേക്ക് മാറിയിരിക്കുന്നത്. ഇരുമ്പ് കൊണ്ടുള്ള സാധനങ്ങൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടും അത് അതായത് ഒരു വീടിൻ്റെ തട്ടടിക്കണമെങ്കിൽ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ എടുത്തിട്ടാണ് ശരിക്കും തട്ടടിക്കുന്നത് വാർക്കാൻ വേണ്ടിയിട്ട്, റൂഫിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് തട്ടടിച്ച് പണി തീരും. കോസ്റ്റ്ലിയാണ്. ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൻ്റെ സാധനം കൊടുക്കണമെങ്കിൽ 3.5 ലക്ഷം രൂപ വേണം. പക്ഷെ അത് ഒരു 2 കൊല്ലം 2.5 കൊല്ലം ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാശ് മുതലാവും. ഇപ്പൊ നമ്മൾ കറന്റ് ഇപ്പൊ ഏതെങ്കിലും പ്രോജക്ട്സ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പ്രൊജക്റ്റ് ആയിട്ടല്ല നമ്മൾ ചെയ്യണത്. ഇവിടെ നിന്ന് കസ്റ്റമർ വന്നെടുത്തോണ്ട് പോണേ. നമ്മൾ വർക്ക് ചെയ്തൊന്നും കൊടുക്കണില്ല. അതാണ് ഈ കറന്റ് ഈ യൂണിറ്റിൽ 3 യൂണിറ്റിൽ ഇപ്പൊ അതാണ് ഓൾറെഡി 2 യൂണിറ്റിൽ ഇപ്പൊ അതാണ് നടക്കുന്നത്. ഇപ്പൊ 3ാമത്തെ യൂണിറ്റ് ഇപ്പൊ നമ്മൾ എടുത്തിട്ടേ ഉള്ളു. അത് മെറ്റൽ ആർട്സ് എന്നും പറഞ്ഞിട്ട് അത് ലേസർ കട്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്. മോന അതിൽ ചാർജ് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫീൽഡ് ഇനിയിപ്പോൾ അത് നോക്കിയിട്ട് അത് പഠിക്കാനെന്നുള്ളതൊന്നുമില്ല. ഇത് പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത്. സോ അവർക്ക് കുറച്ചുകൂടെ മീൻസ് ഐഡിയയോടെ ചെയ്യാൻ പറ്റും. പ്രോഗ്രാം ചെയ്യാനും പഠിക്കാനൊക്കെ. പിന്നെ നമ്മ ഇനി അപ്പോൾ അത് പഠിക്കൊക്കെ വരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാര്യം തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചിനെ നമ്മൾ നോക്കുമ്പോൾ മറ്റാരും നോക്കില്ല. അതേപോലെ തന്നെ ഇപ്പൊ സാറിന്റെ മകൻ നോക്കുമ്പോൾ നമ്മളിപ്പോ മറ്റു ഏതൊരു സ്റ്റാഫിനെ ഇറക്കിയാൽ അവർക്ക് നടക്കില്ല. അത് അങ്ങനെയുള്ള പണി അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സാറിന്റെ വിജയ രഹസ്യം, ഒരു സക്സസ് മന്ത്ര എന്താണ്? നമ്മൾ ഫുൾ ടൈം ഇൻവോൾവ് ആയിരിക്കണം ബിസിനസ്സിൽ. അല്ലാണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങി ഒന്ന് വീട്ടിൽ കയറി ഇരുന്ന് ഓർഡർ കൊടുക്കാം, മാനേജറെ ഏൽപ്പിക്കാം, അല്ലെങ്കിൽ പണിക്കാരെ ഏൽപ്പിക്കാം എന്നുള്ളൊരു ചിന്താഗതി ഒരിക്കലും പാടില്ല. സാറിന്റെ ലൈഫിൽ കോവിഡ് എന്താണ് പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സാറിന്റെ ഉത്തരം എന്തായിരിക്കും? പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ത് പ്രതിസന്ധി വന്നാലും നേരിടാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് പഠിപ്പിച്ചേക്കണം മെയിനായിട്ട്. ഇപ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോവിഡ് വന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായി, നമുക്ക് അത്രയും നാൾ വർക്ക് ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ ഇൻകം കംപ്ലീറ്റ് പോയി. എന്നാലും നമ്മളിപ്പോൾ 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതെല്ലാം മറന്ന ആൾക്കാർ. തീർച്ചയായിട്ടും മറവി എന്നുള്ളൊരു മനുഷ്യനുണ്ട്. ശരിയല്ലേ? സാറിന്റെ ലൈഫിൽ സാറിന്റെ മാതാപിതാക്കൾ എത്രമാത്രം സ്വാധീനം നൽകിയിട്ടുണ്ട്? സ്വാധീനം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥനാപരമായിട്ടാണ് ഞങ്ങളെ വളർത്തിയേക്കണത്. പിന്നെ ഞങ്ങളാണെങ്കിലും അവരെ ഓവർ ബഹുമാനം കൊടുത്തിരിക്കണം എല്ലാവർക്കും, ഫാദറിനാണെങ്കിലും എല്ലാവർക്കും. ഇന്നത്തെ കാലമൊന്നും അല്ലെന്ന്. പിന്നെ ഫാദർ ഒരു ബിസിനസ് ഓൺടർപ്രണർ കൂടിയായിരുന്നു. പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരക്കടയായിരുന്നു പുള്ളിക്ക്. തോമ്പടിയിൽ. ഫാദറിന്റെ പേര് അഗസ്റ്റിൻ. അമ്മച്ചിയുടെ പേര് മേരി. അതുപോലെ തന്നെ സാറിന്റെ ഇത്രയും വർഷത്തെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനല്ലേ? ദൈവത്തോട് തന്നെ. ദൈവത്തോടല്ലേ? നമ്മൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് നമുക്ക് മാത്രമായിട്ടുള്ളതല്ല, നമ്മൾക്കത് പങ്കുവെക്കാനും കൂടിയുള്ളതാണെന്നുള്ള ഓർമ്മ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതായത് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് എപ്പോഴും മാറ്റിയിരിക്കണം. അപ്പോൾ അതുപോലെ സാറിന്റെ ലൈഫിൽ ഒരു ഫ്യൂച്ചർ വിഷനിന് മുന്നോട്ടേക്ക് എന്താണ് പ്ലാൻ? മുന്നോട്ടേക്കെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ച് ആഘോഷിച്ചൊക്കെ ജീവിക്കണമെന്നുണ്ട്. ഇപ്പോൾ എല്ലാ കൊല്ലം ഞാൻ ടൂർ പോകുന്നുണ്ട്. ലയൺസ് ക്ലബിൻ്റെ ഒരു മെമ്പറാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ ക്ലബ്ബുകാർ കൂടി ചേർന്ന് 10-20 പേര് കൂടി ചേർന്നിട്ട് ഓരോ കൊല്ലം ഓരോ രാജ്യങ്ങൾ ഒരു ഉദ്ദേശം. എത്ര രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഒരു 5-6 രാജ്യങ്ങൾ അവിടെ ചെയ്ത്. വിശ്വനാട് പോയി. വിശ്വനാട് പോയി. അത് 10 ദിവസത്തെ പരിപാടി. അത് ഫാമിലി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് തായ്ലാൻഡ്, ചൈന, പിന്നെ മലേഷ്യ, സിംഗപ്പൂർ, വിയറ്റ്നാം, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യമുണ്ട്. അതെ, അങ്ങനെ ഒരേ കൊല്ലം ഒരേ സ്ഥലം. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് സാർ. ആഗ്രഹിച്ച പോലെ വരുന്ന ഫ്യൂച്ചർ വിഷനും ഫ്യൂച്ചർ വെഞ്ചേഴ്സിനും എല്ലാത്തിനും ദൈവം തമ്പുരാൻ കൂടെ തുണ നൽകട്ടെ. ഒരുപാട് നന്ദിയുണ്ട് സാർ. താങ്ക് യു സോ മച്ച്.